നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും നരബലിയുടെ നടുക്കുന്ന വാർത്ത. പലപ്പോഴായിട്ട് ഇത്തരത്തിൽ നരബലികൾ രാജ്യത്തിന്റെ പല കോണുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലടക്കം നരബലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗുരുഗ്രാമിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളാണ് വെട്ടിനുറുക്കി അതിക്രൂരമായി കൊലപ്പെടുത്തി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം നരബലിയാണെന്ന സംശയത്തിലാണ് പോലീസ്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ബുധനാഴ്ചയാണ് സംഭവം നടന്നത്. 6-നും 10-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയുടെ തലയും കാലും അടക്കമുള്ള ശരീരഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയത്. ഹൈവേയുടെ ഓരത്ത് കൃഷിയിടത്താണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. തലയും ഇടതുകാലിന്റെ ഭാഗവും മറ്റു നിലയിലായിരുന്നു കാണപ്പെട്ടത്. ഒരു കർഷകനാണ് മൃതദേഹം ആദ്യം കാണുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയുമായിരുന്നു. ശരീരഭാഗങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിന്നും പെൺകുട്ടിയുടെ മുടി നുറുക്കി മാറ്റിയിട്ട നിലയിലായിരുന്നു കാണപ്പെട്ടത്. ഇതേ തുടർന്നാണ് സംഭവം നരബലിയാണെന്ന സംശയത്തിൽ പോലീസ് എത്തിച്ചേരുന്നത്. മാത്രമല്ല, രക്തത്തുള്ളികൾ ശരീരഭാഗങ്ങൾ കിടന്നിരുന്ന സ്ഥലത്ത് തളിച്ച നിലയിലായിരുന്നു. ഇത് നുറുക്കിയ സമയത്ത് ഉണ്ടായതല്ലെന്നും പിന്നീട് പ്രത്യേകം തളിച്ചതാകാമെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് സംഭവം. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി നടന്ന കൊലപാതകം എന്ന സംശയത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. മരിച്ച പെൺകുട്ടി ആരാണെന്ന് കൃത്യമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഹരിയാനയിലും ഡൽഹിയിലും കാണാതായ പെൺകുട്ടികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ് പോലീസ്. പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെയും സമാനമായ വാർത്ത ലഭിച്ചിരുന്നു. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കേന്ദ്രമായ ബംഗളൂരിലെ തിനി സാന്ദ്രെ മെയിൻ റോഡിന് സമീപം അഗ്രഹാര ലേഔട്ടിലാണ് ഹരിഹരേശ്വര ക്ഷേത്രത്തിലാണ് സരോജമ്മ എന്ന സ്ത്രീ 25 വയസ്സുള്ള രേഖ എന്ന തന്റെ മകളെ ബലിക്കായി അരിവാൾ കൊണ്ട് കഴുത്തിൽ ആഞ്ഞു വെട്ടിയത്. ഭർത്താവുമായി സ്ഥിരം വഴക്കിലായിരുന്നു അത്ര രേഖ. ഇതിന് പരിഹാരമായി ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരമാണ് സരോജമ്മ മകളെ ബലി കൊടുക്കാൻ ഒരുങ്ങിയത്. നിലവിളി കേട്ട് സമീപത്തുള്ളവർ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് രേഖ മരണപ്പെട്ടില്ല. എങ്കിലും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. 2021 ബാംഗ്ലൂരിന് സമീപം ദുശക്തികളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു കുടുംബം 10 വയസ്സുള്ള പെൺകുട്ടിയെയും ബലി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഉത്തർപ്രദേശിലെ ഹാത്ത് സ്കൂളിന്റെ അഭിവൃദ്ധിക്കായി 2ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെയും സ്കൂൾ അധികൃതർ ബലി നൽകുകയുണ്ടായി. ഒരു റെസിഡൻഷ്യൽ സ്കൂളിലാണ് സംഭവം. സെപ്റ്റംബർ 22-ന് രാത്രി സ്കൂളിലെ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയെന്ന കുട്ടിയെ സ്കൂൾ ഡയറക്ടറും ഏതാനും സ്റ്റാഫും ചേർന്ന് ബലിക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അതിനിടെ കുട്ടി ഉണർന്ന് ബഹളം വെച്ചതോടെ വഴിക്ക് വെച്ച് കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഹോസ്റ്റൽ മുറിയിൽ തന്നെ തിരികെ കൊണ്ടിട്ടു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലും മന്ത്രവാദത്തിന്റെ ഭാഗമായി മാതാപിതാക്കൾ 2 പെൺമക്കളെ അടിച്ചുകൊണ്ടിരുന്നു. ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽമാരായ വെള്ളാരു പുരുഷോത്തമനും ഭാര്യ പത്മജിയുമാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ ജീവനൊടുക്കുന്ന ഹിന്ദുമത സമ്പ്രദായം പോലുള്ള ഒരു പ്രാചീന സംസ്കാരമാണ് ഈ നരബലി എന്ന് പറയുന്നത്. അതായത് ഈ ദൈവപ്രീതി, അമാനുഷിക ശക്തി ലഭ്യമാക്കാൻ, രോഗമുക്തി, പാലങ്ങളും കെട്ടിടങ്ങളും പണിയുമ്പോൾ അവയുടെ ഉറപ്പിന് വേണ്ടി തുടങ്ങിയ കാര്യങ്ങൾക്കായി നടത്തുന്ന ഈ ആചാരം അമേരിക്ക, യൂറോപ്പ്, ചൈന, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. പുരാതന ജപ്പാനിൽ കെട്ടിടങ്ങളെ ദുരന്തങ്ങളിൽ നിന്നോ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നോ രക്ഷിക്കുന്നതിന് കന്യകകളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നത്രേ. ഗ്രാമീണ ഇന്ത്യയിൽ അടുത്ത കാലം വരെയും നരബലി ധാരാളമായി നടന്നിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗമായാണ് ഇത് നടന്നുവെന്ന്. ബലിയർപ്പിക്കപ്പെടുന്നത് കൂടുതലും കുട്ടികളാണ്. വേദഗ്രന്ഥങ്ങൾ നരബലിയെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2014 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിൽ രാജ്യത്ത് 501 ആഭിചാര അന്ധവിശ്വാസ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 2014 20, 2015 25, 2016 14, 2017 92, 2018 66, 2019 112, 2020 99, 2021 73 എന്നിങ്ങനെയാണ് വർഷം തിരിച്ചുള്ള കണക്ക്. സാംസ്കാരിക കേരളവും മുക്തമല്ല നരബലി പോലുള്ള ദുരാചാരങ്ങളിൽ നിന്ന്. 2022 ഒക്ടോബറിൽ പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നരബലിയുടെ പേരിൽ 2 സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ആദ്യമായി നരബലി നടന്നത് 1955 ഏപ്രിൽ 23-നായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15 വയസ്സുള്ള കൗമാരക്കാരനെ കഴുത്തിൽ കുരുക്കിട്ട് ബലി അർപ്പിക്കുകയായിരുന്നു. മൃതദേഹം ചാക്കിലാക്കി മറവ് ചെയ്യാൻ
കൊണ്ടുപോകുമ്പോഴാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ നാടുകടത്താനായിരുന്നു അന്ന് 2ാം സെഷൻസ് കോടതിയുടെ വിധി. തൊട്ടടുത്ത വർഷം 1956 സെപ്റ്റംബർ 29-നും ഗുരുവായൂരിൽ ആനയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യബലി നടന്നു. ആനയുടെ അസുഖം മാറാനായി ആനപ്രേമിയായ അപ്പസ്വാമി അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ കിടന്നുറങ്ങുകയായിരുന്ന കാശി എന്ന ആളെ വെട്ടുകത്തി കൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു. നരബലി പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ പ്രത്യേക നിയമമില്ല. സാധാരണ കൊലപാതക കുറ്റത്തിനുള്ള നിയമ നടപടിക്രമങ്ങളാണ് നരബലിക്കെതിരെ പ്രയോഗിക്കുന്നത്. മഹാരാഷ്ട്ര സർക്കാർ നരബലിയടക്കം ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായ നിയമം ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരായ ദശകങ്ങൾ നീണ്ട ബോധവൽക്കരണ പ്രക്ഷോഭങ്ങളെയും ഈ വിഷയത്തിൽ ശക്തമായ നിയമനിർമ്മാണത്തിന് വേണ്ടി പൊരുതിയ ഡോക്ടർ നരേന്ദ്ര ബോൽക്കറുടെ രക്തസാക്ഷിത്വത്തെയും തുടർന്ന് 2013 ഡിസംബർ 13-നാണ് മഹാരാഷ്ട്ര സർക്കാർ നിയമം പാസാക്കിയത്. കൂടോത്രം തടയുന്നതിനുള്ള നിയമം 1999 മുതൽ ബീഹാറിലും ജാർഖണ്ഡിലും 2005 മുതൽ ഛത്തീസ്ഗഡിലും നിലവിലുണ്ട്. ഇതിനേക്കാൾ ശക്തമാണ് മഹാരാഷ്ട്ര നിയമം. നിയമങ്ങൾ അനിവാര്യമെങ്കിൽ അതുകൊണ്ട് മാത്രം തടയാനാകില്ല. ഇത്തരം ദുരാചാരങ്ങൾ അയിത്തം നിയമപരമായി നിരോധിച്ചിട്ടും രാജ്യവ്യാപകമായി ഇപ്പോഴും തുടരുന്നു. നിയമത്തോടൊപ്പം വ്യാപകമായ ബോധവൽക്കരണം കൂടി നടത്തേണ്ടതുണ്ട്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചും പൊതുപരിപാടികളും ദുരാചാരങ്ങളുടെ അപകടങ്ങളെയും ഭവിഷ്യത്തിനെയും കുറിച്ച് ശാസ്ത്രീയമായ ബോധവൽക്കരണം നടത്തുന്നത് ഫലപ്രദമാകും. നിയമപരവും സാമൂഹികവുമായ പരിഹാരങ്ങൾ ചേർന്ന് വേണം ചില സമൂഹങ്ങളിൽ രൂഢമൂലമായ ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾക്കും ധാരണകൾക്കുമെതിരെ പൊരുതേണ്ടത്. ഇല്ലെങ്കിൽ വരും വർഷങ്ങളിലും ഇതിന്റെ വലിയ ഭവിഷ്യത്തുകൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും.